പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മേലേവലാകം സീസൺ 4 കുടുംബസംഗമം കാഴ്ചകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കൂട്ടുകയാണേ. കുടുംബസംഗമം നടന്നത് ഓഗസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറേയേറെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മൊബൈലിൽ നിന്ന് കുറേ വീഡിയോസൊക്കെ പോയി. അപ്പോൾ ഉള്ള വീഡിയോസ് വെച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. കോട്ടയിലെ വിശേഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എവിടെയുണ്ട് കേട്ടോ. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്, പിന്നെ കയാക്കിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും കുടുംബസംഗമം നടത്തുന്നത് ഈ കൊല്ലത്ത് തന്നെയാണ്, വെള്ളത്തിൽ തന്നെയാണ് കൂടുതലും. എപ്പോഴും വിചാരിക്കും അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷേ പ്ലാൻ ചെയ്ത് വരുമ്പോൾ നേരെ വെള്ളത്തിലോട്ട് തന്നെയാണ് വരുന്നത്. ഇനി അങ്ങോട്ട് മാറ്റി പിടിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഒരുമിച്ചുള്ള യാത്ര തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് മ്യൂസിക് അങ്ങോട്ട് പ്ലേ ആകുമ്പോഴേക്കും എത്ര വയ്യെങ്കിലും ശരി തന്നെ എണീച്ചൊന്ന് ഇങ്ങനെ ഒന്ന് കളിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ല കേട്ടോ. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഞാൻ മാമൻ്റെ അടുത്ത് നിന്ന് മാമന് ശരിക്കും പറഞ്ഞാൽ കയ്യിൽ നിന്ന് സുഖമില്ല എങ്കിലും മാമനെ കൊണ്ട് നമുക്ക് എല്ലാവരും കൊണ്ടൊന്ന് ഉഷാറിയിപ്പിക്കുകയല്ലേ. ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ യാത്ര നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അത് മുൻറോത്ത് ഐലൻഡാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മനോഹരമായ നല്ല കാഴ്ചകളാണ് ഉള്ളത്. അപ്പം നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അവരവരുടേതായ കഴിവുകളൊക്കെ പ്രകടമാക്കുന്ന ഒരു നിമിഷവും കൂടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അല്ലേ. അപ്പം ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അടങ്ങിയതാണ് കുടുംബം എന്ന് പറയുന്നത് അല്ലേ. എന്തുണ്ടെങ്കിലും എന്ത് പരിഭവങ്ങളുണ്ടെങ്കിലും നമ്മൾ മാറ്റിവെച്ച് ആ ഒരു ദിവസം നമ്മൾ വന്ന് പങ്കെടുത്ത് ആ ഒരു പരിപാടിയെ ഭംഗിയാക്കി കൊണ്ടുപോകുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. എല്ലാവരെയും ഒത്തിണക്കിക്കൊണ്ട് ആ ഒരു ദിവസം കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നതും ഒരു ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും അഭിപ്രായങ്ങളും മാനിച്ചു കൊണ്ട് പോവുക എന്ന് പറയുന്നതും വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം പല അഭിപ്രായമാണ് എല്ലാവർക്കും ഉണ്ടാവുക. ആ പല അഭിപ്രായങ്ങളെ ഏകോപിപ്പിച്ച് ഒരു അഭിപ്രായത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതും നിസ്സാരമായ ഒരു കാര്യമല്ല. ഒരു അടിപൊളി കുടുംബസംഗമം തന്നെയാണ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു രസമാണ്. ഞാൻ എപ്പോഴും ഇന്ന് ആലോചിക്കുന്ന കാര്യം, എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഓണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കുടുംബത്ത് തറവാട്ടിൽ പോയി അപ്പൂപ്പനും അമ്മൂമ്മയും മാമന്മാരും എല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബമാണ്. അതൊരു എൻജോയ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസത്തെ ഹോളിഡേ എന്ന് പറയുമ്പോൾ പരീക്ഷ കഴിഞ്ഞാൽ തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നാട്ടിലേക്ക് പോവുക എന്നുള്ളതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഞാനൊക്കെ എന്ന് വെച്ചാൽ ഫ്ലാറ്റിലെ ലൈഫാണ്. അതുകൊണ്ട് എനിക്ക് മണ്ണിലോട്ട് ഇറങ്ങുക, കിളികളുടെ സൗണ്ട് കേൾക്കുക, പ്രകൃതി ഭംഗി ആസ്വദിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് നാട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ നാട് ആറ്റിങ്ങലാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നതും ആറ്റിങ്ങലാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയുന്നുണ്ട്, കളിക്കാൻ പറ്റുന്നുണ്ട്, മണ്ണുമായിട്ട് ഇടപഴകാൻ പറ്റുന്നുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ ഊഞ്ഞാലാട്ടം, പിന്നെ കുറേ കസിൻസ് വരും, അവരോട് വർത്താനം പറയുക, കളിക്കുക. ചിലവർ പഠിക്കാൻ വെക്കേഷൻ ആണെങ്കിലും പഠിക്കാൻ പോകുന്നവരുണ്ടാവും. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്ന് ഞാനും വല്യമ്മയും കുടുംബവും വരുന്നുണ്ടാവും. നല്ല രസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്തതും തിരിച്ച് കിട്ടാത്തതുമായ ഒരു കാലമാണ് ആ കാലം എന്ന് പറയുന്നത്. അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും അതേപോലെ ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന വേറൊരു സംഭവമാണ് ഈ കുടുംബസംഗമം എന്ന് പറയുന്നത്. വരും തലമുറകൾക്ക്, അതായത് ഞാൻ അടങ്ങുന്ന എൻ്റെ മക്കൾ, അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതും ബന്ധങ്ങളെ എങ്ങനെയാണ് കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ടതെന്നും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. കൂടുതലായിട്ടില്ലെങ്കിലും ഉള്ള സമയത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സംഗമം വയ്ക്കുമ്പോൾ പലതും മനസ്സിലാക്കാൻ പറ്റും, പലരെ മനസ്സിലാക്കാൻ കാണാനും കേൾക്കാനും പറ്റും. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സന്ദർഭവും കൂടിയാണ്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓണം വരും, കല്യാണം വരുമ്പോഴൊക്കെ എല്ലാവരും 2-3 ദിവസം മുന്നേ വരും, വീട്ടിൽ വന്നിങ്ങനെ താമസിച്ചും എടുത്തും അങ്ങനെയൊക്കെയാണ് അല്ലേ. ഇപ്പോഴാണല്ലോ എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോൾ എല്ലാവരും കാറ്ററിങ്, ഹോട്ടലിലെ ഭക്ഷണം അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. മറ്റത് വീട്ടിൽ തന്നെ എല്ലാവരും പാചകം ചെയ്യും. അതൊരു ആഘോഷം തന്നെയാണ്. അതിനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരില്ല. അതൊക്കെ അന്യം നിന്ന് പോയി എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, അവരുടെ അടുത്ത് ഇതെൻ്റെ അമ്മാവനാണ്, ഇതെൻ്റെ മുത്തശ്ശനാണ്, ഇതെൻ്റെ അപ്പൂപ്പനാണ്, ഇതെൻ്റെ കൊച്ചച്ഛനാണ്, കുഞ്ഞമ്മയാണ്, വല്യമ്മയാണ് എന്ന് പറഞ്ഞ കാറ്റഗറീസ് ഓഫ് ബന്ധങ്ങൾ, റിലേഷൻ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വേദിയും കൂടിയാണ്. അപ്പോൾ ആദ്യ പ്രാവശ്യം പോകുമ്പോൾ മനസ്സിലാകാത്തവർ രണ്ടാമത്തെ പ്രാവശ്യം പോകും, അതായത് രണ്ടാമത്തെ കുടുംബസംഘത്തിന് മുമ്പ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. മൂന്നാമതായി പോകുമ്പോഴേക്കും അവർ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട് ആരെ എന്തെന്ന്. പിന്നെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും അവരങ്ങോട്ട് കയറി മിണ്ടാൻ പോകുന്നുണ്ട്. കുട്ടികൾക്ക് എല്ലാ വർഷവും അവർക്ക് തോന്നുന്നു അടുത്ത വർഷം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ നടത്തണം എന്ന് പറയും. ആ കലാപരിപാടികൾ നടത്തുന്നവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. പോരാത്തതിന് സീനിയേഴ്സ് ആയിട്ടുള്ള അമ്മ അടക്കമുള്ള അമ്മയുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എന്നും ഓർമ്മിക്കാൻ കുടുംബസംഘത്തിന് പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് ഓർക്കാൻ പാകത്തിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് മാത്രം ഗിഫ്റ്റൊന്നും കിട്ടിയിട്ടില്ല. സാമ്പത്തികമാണല്ലോ എല്ലാത്തിനും വലുതെന്ന് പറഞ്ഞ പോലെ ഉള്ള പൈസ കൊണ്ട് നമ്മൾ എല്ലാവരെയും ഹാപ്പിയാക്കാൻ സാധിച്ചു.
അപ്പോൾ എല്ലാവരും ഒരേ മനസ്സായിട്ടിരിക്കണം. ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിന് ഒരു ആശയങ്ങൾക്ക് വ്യത്യസ്തത തോന്നുമ്പോൾ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് ആ അഭിപ്രായത്തെ ഏകീകരിച്ചു കൊണ്ട് പോകാൻ കഴിയുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, അഭിപ്രായങ്ങളെല്ലാം തന്നെ ഏകീകരിച്ചു കൊണ്ട് പോകുന്നതാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ കുടുംബ സംഗമത്തിന് കുറച്ചും കൂടി ഒരു പൊലിമ തോന്നും, അല്ലേ, പൊലിപ്പം തോന്നും. എല്ലാവർക്കും ഹാപ്പിനെസ് ആയിരിക്കും. ഈ ഓണം വരുന്നത് പോലെ ആയിരിക്കും അടുത്ത വർഷത്തെ കുടുംബസംഗമം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം. ഒരു രസമാണ്. നമ്മൾ ആ ഒരു ദിവസം നമ്മളെ തന്നെ മറന്നുകൊണ്ട്, നമ്മുടെ പ്രായത്തെ മറന്നുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ്. അപ്പം തീർച്ചയായിട്ടും ഇത്തരം ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ 1, 2, 3 ഫാമിലി ആണെങ്കിൽ പോലും അതിൻ്റേതായ ഒരു പൊലിമയുണ്ട്. അത് കാണിക്കുക തന്നെ ചെയ്യണം. അതിന് നമ്മുടെ വർഷം തോറും ഒരു ഗെറ്റ് ടുഗദർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് മെമ്പേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന വീടുകളിൽ, ഇന്നൊരു വീട്ടിലാണെങ്കിൽ മറ്റേത് വേറൊരു വീട്ടിൽ, അങ്ങനെ. പക്ഷേ വീടുകളിൽ വെക്കുമ്പോൾ എന്താ പ്രശ്നം? വീടുകളിൽ വെക്കുമ്പോൾ എല്ലാവരും കൂടി വരുമ്പോൾ വീടാകെ മൊത്തം ക്ലീനിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും തോന്നും. നമ്മൾ എല്ലാ ഭക്ഷണം കഴിഞ്ഞ് പോകും, ആ വീട്ടിലുള്ളവർക്കായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുമല്ല. കുടുംബസംഗമം നടക്കുന്ന സമയത്ത് വയ്യായിക ഉണ്ടായിരുന്നു എനിക്ക്. എങ്കിലും ഞാൻ അന്നേ ദിവസം ഉറങ്ങിയിട്ട് പോലും ഇല്ല. ഉറങ്ങിയാൽ പിന്നെ ഞാൻ രാവിലെ 4 മണിക്ക് പോയി വണ്ടിയിൽ കയറി എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഉറങ്ങാതെ തന്നെ ഇരുന്ന് കേട്ടോ. പക്ഷേ അതൊരു രസമാണ്. കാരണം നമ്മൾ പലതും വിട്ടുവീഴ്ചയ്ക്ക് ചെയ്താൽ മാത്രമേ ഏതൊരു കാര്യമായെങ്കിലും സക്സസ് ആയി വരാൻ കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആദ്യ ഘട്ടം തുടങ്ങി, രണ്ടാമത്തെ ഘട്ടം തുടങ്ങി, മൂന്നാമത്തെ ഘട്ടം, ഒന്നിൽ പിഴച്ചാൽ 3 എന്നാണ് പറയുന്നത്. 4ാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ ആ 3-ലേക്കാൾ മികച്ചതായി വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലേ? ഇനി അങ്ങോട്ട് മികച്ചതാവണമെങ്കിൽ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും സഹകരണം വേണം, എല്ലാവരുടെ അഭിപ്രായങ്ങൾ വേണം. തീർച്ചയായിട്ടും കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. എല്ലാവരുടെ സഹകരണം ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യത്തെ കുടുംബസംഗമം അടിപൊളിയായിട്ടുണ്ട്. അടുത്ത വർഷത്തെ കുടുംബസംഗമം അടിപൊളിയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. വരാൻ കഴിയാത്തവർക്ക് അടുത്ത വർഷത്തെ കുടുംബസംഗമത്തിന് വരാനും കൂടി കഴിയട്ടെ. അവരുടെ സമയം നോക്കി തന്നെ നമ്മളത് ചെയ്യുന്നതായിരിക്കും എന്നാണ് എല്ലാവരുടെയും ഒരു തീരുമാനമെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റ് പോലെ, മേലേവിലാകം ട്രസ്റ്റ് പോലെയുണ്ട്. അതിൽ സെക്രട്ടറി ഉണ്ട്, പ്രസിഡൻ്റ് ഉണ്ട്, പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സൊക്കെ ഉണ്ട്. അതിൽ ഞാൻ വന്നിട്ട് സെക്രട്ടറിയാണ്, പ്രസിഡൻ്റ് മാമനാണ്. ബാക്കി ഓരോ കുടുംബത്തിൻ്റെ ഓരോരോ വ്യക്തികൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായിട്ടിരിക്കും. അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒരു ബോർഡ് യോഗം ചേർന്ന് നമ്മളൊരു ഡിസിഷൻ എടുക്കും. എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു ഒക്കേഷൻ എല്ലാവരും കൂടുന്ന സ്ഥലത്ത് പോയി നിന്ന് എൻജോയ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളും ഞാൻ മറന്നു പോവുകയും ചെയ്യും. ഞാനല്ലാതെ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഒരു സമാധാനം. 1000 മെഡിസിൻ്റെ ഫലം ചെയ്യും നമുക്ക് കിട്ടുന്ന ആ ഒരു നിമിഷത്തിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയ ഒരു കാര്യം തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ ഡാൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര എൻജോയ്മെൻ്റ് ഉണ്ടാവുകയായിരുന്നു. എൻ്റെ മൂത്ത മകൾക്കാണെങ്കിൽ തീരെ വയ്യായിരുന്നു, നല്ല പനിയായിരുന്നു. അവളെ വീട്ടിലിട്ടിട്ട് വരാൻ കഴിയില്ലല്ലോ എങ്കിൽ മോളെയും കൂടെ കൊണ്ടുവന്നു. പക്ഷെ അവൾക്ക് എൻജോയ് ചെയ്യാൻ ഒന്നും പറ്റില്ല. അവളവിടെ കസേരയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. രണ്ടാമത്തെ മകൾ അതിനു വേണ്ടി എല്ലാത്തിലും ഇൻവോൾവ് ആയി, എല്ലാത്തിനും കട്ടയ്ക്ക് നിന്ന് ഡാൻസൊക്കെ കളിച്ച് എല്ലാ കുട്ടികളും, അതിലൊരാളെപ്പോലും മാറ്റി നിർത്താൻ പറ്റില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ നിന്നെങ്കിലും പലരും രംഗത്തേക്ക് വന്നു, അവരുടേതായ ആക്ടിവിറ്റീസ്. കാരണം അങ്ങനെയാണ്, ഒരാൾ ചെയ്യുമ്പോൾ എത്രയൊക്കെ നമ്മൾ ബലം പിടിച്ചിരുന്നാലും അതൊക്കെ ഒന്ന് അയഞ്ഞ് നമ്മളല്ലാതായി പോകുന്ന, നമ്മളാക്കി തീർക്കുന്ന ഏറെ വൈബുള്ള ഗാനങ്ങൾ അങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മളങ്ങനെ എൻജോയ് ചെയ്യുന്നത്, അല്ലേ? ഇത് കണ്ടോ, എൻ്റെ ഹസ്ബൻഡിന് തീരെ സുഖമില്ലാത്ത വ്യക്തിയാണ്. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം വെള്ളത്തിൽ കിടക്കുന്നു. അദ്ദേഹത്തിന് തീരെ വയ്യാത്തതാണ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക സ്ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാൻ അപ്പം ക്ഷീണം വരും, തളർച്ച വരും, അങ്ങനെ വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ഒന്ന് നോക്കൂ, അവിടെ നോക്കുന്നു, ജയറാമേട്ടൻ എന്താ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന കണ്ടതെന്നൊക്കെ പറയുന്നു. ഞാനും അത്ഭുതപ്പെട്ടു. എല്ലാവരും ചെയ്യണ കാണുമ്പോൾ എനിക്കും ചെയ്യണമെന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ. കാരണം എനിക്കും ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലേ? അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു കുടുംബസംഗമം തന്നെയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. ഇനിയും കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ കുടുംബസംഗമത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു മനോഹരമായ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് മദീസ് എന്ന ചാനൽ കാണുന്നവരാണെങ്കിൽ കൂടിക്കോളൂ, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ പുതിയ നല്ല വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവരോടും സ്നേഹത്തോടു കൂടി ബൈ. പുതിയ നല്ല വീഡിയോയുമായി വരാമേ.